ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ തന്നെ ഇന്നും മറ്റൊരു കാട്ടിലേക്കുള്ള യാത്രയിലാണ്. കാടിനുള്ളിലെ താമസവും കാടിൽ നിന്നും സഫാരി പോയുമൊക്കെ ആയിട്ടുള്ളൊരു കിടിലൻ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പോകുന്ന സഫാരിയിൽ കടുവയെ കാത്തിരുന്ന ഞങ്ങളെ വളഞ്ഞ കാട്ടാനക്കൂട്ടത്തിൻ്റെ മുമ്പിൽപ്പെട്ട ഞങ്ങളുടെ അനുഭവങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോയാലോ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബന്ദിപ്പൂരാട്ടോ. ബന്ദിപ്പൂർ വീണ്ടും JLRൻ്റെ പാക്കേജുമായിട്ടാണ് വന്നത്. കഴിഞ്ഞ തവണയൊക്കെ വൈസ്രോയ് പാക്കേജാണ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ നിലവിൽ ഇത്തവണ വന്നിരിക്കുന്നത് മഹാരാജ പാക്കേജുമായിട്ടാണ്. വൈസ്രോയ് പാക്കേജിൻ്റെ മുകളിലുള്ള പാക്കേജാണ് മഹാരാജ പാക്കേജ്. അപ്പം വീണ്ടും ബന്ദിപ്പൂരിലേക്ക് യാത്ര ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗറാണ് നമ്മുടെ പ്രതീക്ഷ. ടൈഗർ മുഖ്യം. അതാണ് സൈറ്റിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ആഴ്ചകളിലെല്ലാം ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് പ്രകാരമാണ് വന്നത്. ഈവനിങ്ങളിലെല്ലാം മഴയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ടൈഗറെ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു, ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഉണ്ട്, ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ടൈഗർ. ആഴ്ചകളിൽ എല്ലാ ദിവസവും തന്നെ ടൈഗർ ഉണ്ട്. എല്ലാ ദിവസവും ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ഏതെങ്കിലും ടൈഗർ ഉണ്ട്. അങ്ങനെ ബന്ദിപ്പൂരിലുള്ള JLRൻ്റെ മഹാരാജ പാക്കേജുമായിട്ട് വന്നു. മറ്റേ വൈസ്രോയ് പാക്കേജും ഇതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പറയാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഒരു കോട്ടേജാണ്. നമ്മുടെ ഈ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കോട്ടേജ് വരുന്നത്. ഇതുണ്ടോ, ഇത് ഒരു ഇൻഡിപെൻഡൻറ്റ്. ഇതും നമ്മുടെ കിങ് ഫിഷർ എന്ന് പറയുന്ന 2ാം നമ്പർ ഇതിലാണുള്ളത്. ഇവിടെ ഏകദേശം 10 മഹാരാജ കോട്ടേജ്. 10 മഹാരാജ കോട്ടേജും 7 വൈസ്രോയ്. 7 എന്ന് വെച്ചാൽ 7x2 ആയിട്ടാണത്. ഒരു ബിൽഡിങ്ങിൽ 2 വൈസ്രോയ്. അങ്ങനെ 14 വൈസ്രോയും 10 മഹാരാജ. ഇതിൻ്റെ പാക്കേജ് ഡീറ്റെയിൽസ് ഏകദേശം എല്ലാം തന്നെയൊക്കെ സെയിം ആട്ടോ. 2 സഫാരികളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. എന്നാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇതിൻ്റെ കാര്യങ്ങൾ കാണിക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ 2 ബിൽഡിങ്ങുകൾ കൂടി ഒരു വരാന്ത എന്ന രീതിയിലാട്ടോ. പക്ഷേ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ പോലും രണ്ടും ഇൻഡിപെൻഡൻറ്റ് കോട്ടേജുകളാണ്. ഇടയ്ക്കൊരു ഗ്യാപ്പ് നമുക്കുണ്ട്. ഫാമിലിയായിട്ട് വരുമ്പോൾ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് കേട്ടോ. ഇതാണ് കിങ് ഫിഷർ 2. ഇതാണ് നമ്മുടെ കോട്ടയം നെയിം. കോട്ടയൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിത് ഇവിടെ നമ്മുടെ ലഗേജൊക്കെ വെക്കാനും ഒരു അലമാരയും അതുപോലെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സെപ്പറേറ്റ് വിങ്ങാണ് അത് നമ്മുടെ ഒരു അലമാര. പിന്നെ ഇവിടെ ഒരു റൂമിലേക്ക് വരുന്ന രീതി ആണോ. എക്സ്ട്രാ ബെഡൊക്കെ ഇവിടെ ഉണ്ട്. ഇതും എല്ലാം പെർ ഹെഡ് റേറ്റിംഗ് തന്നെയാണ് കേട്ടോ. JLRൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ഇതിന് പിന്നെ വൈസ്രോയിൽ നിന്നും വ്യത്യസ്തമായിട്ടും AC ഉണ്ട്. AC ആണ്. മഹാരാജ പാക്കേജുകളെല്ലാം തന്നെ AC ആട്ടോ. ശരിക്കും നമ്മളൊരു റിസോർട്ടിലൊക്കെ ഒരു വില്ല എടുക്കുന്ന പ്രതീതി തന്നെയാണ് മഹാരാജ പാക്കേജിന്. പുറകിലൊരു ചെറിയ നമുക്കൊരു സിറ്റ് ഔട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാം. വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് സംസാരിച്ച് ഇരിക്കാനും. പിന്നെ ഇതെല്ലാം ഒരു കാടിൻ്റെ വൈബ് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ബന്ദിപ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ JLR തന്നെയാണ്. നമ്മുടെ സഫാരികൾ എൻജോയ് ചെയ്യണമെങ്കിൽ JLR തന്നെയാണ് ഏറ്റവും ഒരു ഓപ്ഷൻ എന്നല്ല, അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് 3 മണിക്കൂറിൻ്റെ 2 സഫാരി കിട്ടും ക്യാമ്പറിൽ. അതുപോലെ ഫുഡും ഉച്ച വരുന്ന വിത്ത് ഡിന്നർ
ലഞ്ച് തൊട്ട് തുടങ്ങി. ലഞ്ച്, ഈവനിങ് ടീ, ഡിന്നർ, സഫാരി പോയി വന്നതിന് ശേഷം ടീ, മോർണിംഗ് ടീ, ഏർലി മോർണിംഗ് സഫാരിക്ക് പോകുമ്പോൾ ഒരു ടീ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം. അതും അൺലിമിറ്റഡ് ബുഫേ ടൈപ്പ് ആണല്ലോ. അതെ അതെ അതെ, അൺലിമിറ്റഡ്. നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം. നമുക്ക് ഭക്ഷണത്തെക്കാൾ ഒരു സഫാരിയാണ്. കാരണം 2 സഫാരി നമുക്ക് കിട്ടുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ പുറമേ നമ്മളൊരു സഫാരി ചെയ്യുകയാണെങ്കിൽ മിനിമം 2000 നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്, വരുന്നുണ്ട്, മിനിമം വരുന്നുണ്ട്. ഫോറസ്റ്റിന് ജിപ്സി എടുത്താൽ 2 മണിക്കൂർ 5000 രൂപ വരും. 5000 രൂപ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ തന്നെ ഒന്നും അറിയണ്ടല്ലോ. ഇവിടെ നമ്മൾ പിക്കപ്പ് ചെയ്യും, പോകുന്നു, തിരിച്ചു കൊടുക്കുന്നുണ്ടാകും. നമ്മളൊന്നും അറിയണ്ട. അവരെന്നെ നമ്മളെ മോർണിംഗ് വന്ന് വിളിച്ചോളൂ. അത് തന്നെയല്ല, നമുക്ക് ഫോറസ്റ്റിന്റെ സഫാരി ബുക്ക് ചെയ്യാൻ വേണ്ട, നേരെ ജയിലാർ ബുക്ക് ചെയ്താൽ മാത്രം മതി. എല്ലാം സഫാരി ഫുഡ് ഉൾപ്പെടെ ഒന്നും അറിയണ്ട, അവിടെ വന്നാൽ മാത്രം മതി. അപ്പം നമ്മൾ വൈസ്രോയ് പാക്കേജ് കൊടുത്ത് ഇത് കൊടുത്തു കേട്ടോ. നമ്മൾ നിലവിൽ ഇത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പ്രൈവസി ഉണ്ട്, നല്ല പ്രൈവസി ഉണ്ട്. ബെഡൊക്കെ കണ്ടോ. ഇതെനിക്ക് തോന്നുന്നു മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ കൂളായിരിക്കും. കാരണം നല്ല ചുടിസ്റ്റികളൊക്കെ ചേർത്ത് വുഡൻ ഫിനിഷൊക്കെയാണ്. ഫാനുകളുണ്ട്, AC ഉണ്ട്. ആവശ്യമില്ല. നൈസ് എക്സ്പീരിയൻസ് ആട്ടോ. ഇപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം. ഓക്കെ സോറി മറന്നു. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്. ഇതെല്ലാം വലുതായിരിക്കും, ഇവരുടെ എല്ലാം ടോയ്ലറ്റുകളെല്ലാം തന്നെ വലുതാണ്, നല്ല നീറ്റ് ഉണ്ട്. ഈ ജയിലാറിൻ്റെ പാക്കേജും അവരുടെ സ്റ്റേയും എല്ലാം നല്ല ഹെവി, നല്ല ലക്ഷറി ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കൽ വന്നു പോയാൽ നമ്മളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം അത്രയ്ക്കും നല്ല ഒരു കബിന് എത്ര വറുത്തല്ല കേട്ടോ. ഭയങ്കര പൈസയാണ്, ഭയങ്കര കോസ്റ്റ്ലി, ഒരു രക്ഷയില്ലാത്ത കോസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് പുറത്ത് താമസിച്ച് സഫാരി എടുക്കുന്നതിനേക്കാളും നല്ല ജയിലാറിൽ വന്ന് സഫാരി എടുക്കുന്നതായിരിക്കും. ഫാമിലി ആയിട്ടാണ് വരികയെങ്കിൽ ഞാൻ പറഞ്ഞത് ഇത് തന്നെയായിരിക്കും നല്ലതാണ്. ഇവരുടെ എല്ലാം പെർ ഹെഡ് റേറ്റാണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു റെഡ് മുനിയാന്നും പറഞ്ഞുകൊണ്ടൊരു കോട്ടയുണ്ട്, ഒരു ഗ്യാപ്പുണ്ട് നമുക്ക്. എനിവേ നല്ല സൂപ്പർ ഇതാണ്. എന്നാലും ഇനി നമുക്ക് ഫുഡ് കാര്യങ്ങളൊന്നും നമ്മളിനി ആഡ് ചെയ്യുന്നില്ല അവിടെ. കാരണം നമ്മൾ ഓൾറെഡി നോൺ വെജ് ഉണ്ട്. നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം. കാരണം നിങ്ങൾ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വീണ്ടും ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുത്ത് നമ്മൾ നല്ല ഫുഡ്, നല്ല സ്പ്രെഡ് ഉണ്ട്, ബുഫേ സ്പ്രെഡ് ഉണ്ട്, ഐറ്റംസ് ഉണ്ട്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആണ്. അല്ല, നമ്മൾ തന്നെ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം. അത് ചിലപ്പോൾ ഐറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എന്നല്ലാതെ നോൺ വെജ് ജയിലാർ ബന്ദിപ്പൂരിനെ കുറിച്ച് ഒരു കോൺസ് പറയാൻ, നെഗറ്റീവ് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. വെരി സാറ്റിസ്ഫൈഡ് തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒന്നും അറിയേണ്ട സഫാരി ഫുഡ് സ്റ്റേ. ഞാൻ 3ാമത്തെ നിർത്തം അവിടെ വരുന്നത്, ഞാൻ 2ാമത്തെ. അടിപൊളി. 2 വൈസ്രോയും ദായിത്ത മഹാരാജ്. അത് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ കോട്ടേജിലേക്ക് നോക്കിയാൽ കോട്ടയിലേക്ക് ഇരിക്കുന്നതുണ്ടോ. ശരിക്കും നമ്മൾ ഈ വലിയ റിസോർട്ടുകളിലൊക്കെ പോയിരിക്കുന്ന ആ ഒരു കോട്ടയ ഫെസിലിറ്റി തന്നെ വെച്ചിരിക്കുന്നതാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത സർവീസും നല്ലതാണ്. സൂപ്പർ സർവീസ്, അതെ. ഒരിക്കലും വന്ന് കാടിനെ എൻജോയ് ചെയ്യാനും അറിയാനും സഫാരി താല്പര്യമുള്ളവർ ഇവിടെ വന്നു. ബന്ദിപ്പൂരിനെ അറിയണമെങ്കിൽ ജയിലാർ താമസിച്ചാലേ പറയുള്ളൂ. ഇവിടെ കാട് 3 മണിക്കൂർ വന്നാൽ മതി. സൈറ്റിംഗ് ഉള്ള സമയത്ത് ഇവരുടെ നമ്പറിൽ തന്നെ വിളിച്ചിട്ട് സൈറ്റിംഗിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർ പറയും. കാരണം ബോർഡിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നു. അതെ. ജസ്റ്റ് ചോദിച്ചാൽ തന്നെ ആര് വന്നിരുന്നാലും അവിടെ അവരുടെ റിസപ്ഷൻ ഏരിയയിൽ എഴുതിയിട്ടുണ്ട്. ഓരോ ദിവസവും ഉള്ള സൈറ്റിങ്ങിന്റെ അപ്ഡേഷൻ അന്നൊന്ന് അവർ എഴുതി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ വിളിച്ചാൽ തന്നെ അവർ കൃത്യമായി പറഞ്ഞുതരും. ചുമ്മാ പറയില്ല, കറക്റ്റ് സൈറ്റിംഗ് മാത്രമേ പറയും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്കിനി സഫാരിയുടെ കാഴ്ചകൾ നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. ടൈഗറെ കാണാൻ 3 മണിക്കാണ് സഫാരി തുടങ്ങുന്നത്. കുറച്ച് റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിച്ച് നേരെ സഫാരിക്കോ. ഓക്കെ, കാടിനുള്ളിലേക്ക് നമ്മൾ കയറി കിട്ടും. തവണ ആദ്യം മംഗള സൈഡിലേക്കാണ് കയറിയത്. ഞാൻ ബന്ദിപ്പൂരെല്ലാം വന്ന സമയങ്ങളിലെല്ലാം യാത്ര പോയിരിക്കുന്നത് നമ്മുടെ സഫാരി സെൻറ്ററിൽ നിന്നും കയറി നമ്മൾ ചെക്ക് പോസ്റ്റിലൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ഹരിണി വനശ്രീ എന്നുള്ള കോട്ടയിലൊക്കെ കഴിയുമ്പോൾ അവിടെ നിന്ന് അകത്തേക്കുള്ള യാത്രയിലായിട്ട് ഞാൻ പോയിട്ടുള്ളത്. ഇന്ന് വരെ മംഗള സൈഡിലേക്കുള്ള സഫാരിയിലൊന്നും ഞാൻ പോയിരുന്നില്ല. ഇന്നത്തെ ഞങ്ങളുടെ സഫാരി നേരെ പോകുന്നത് മംഗള സൈഡിലേക്കാട്ടോ. സഫാരി തുടങ്ങി മംഗള റോഡിൽ കയറി ഉടനെ തന്നെ കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഒരു 30 മീറ്റർ ചെന്നപ്പോഴത്തേക്കും മുന്നിൽ നിൽക്കുന്നത് കരടിയാണ്ടോ ഞങ്ങൾ വരവേറ്റതാണ്. അവനെന്തോ അവിടെ മാന്തി കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ സഫാരി തുടക്കം തന്നെ ഗംഭീരമായെന്ന് തന്നെ പറയാം അല്ലേ. കാടിന് നല്ല പച്ചപ്പാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് മൃഗങ്ങളെ കിട്ടിയാലും നമുക്ക് ആ വിഷ്വൽസിന് പ്രത്യേക ഭംഗിയുണ്ട്.
നമ്മൾ മയിലുകളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് എപ്പോൾ പോയാലും ഇവ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒന്ന് എടുക്കാനുള്ള ഒരു തോന്നുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ പച്ചപ്പ് നിറഞ്ഞ അവസ്ഥയിൽ ഈ മയിലുകളൊക്കെ നിൽക്കുമ്പോൾ കാണാൻ എന്ത് ചന്തമാണെന്ന് നോക്കിയേ. മഴയെല്ലാം പെയ്തിരിക്കുന്നത് കൊണ്ട് പുല്ലുകളെല്ലാം കിളിർത്ത് കാടിന് നല്ല പച്ചപ്പായിട്ടുണ്ട്. അങ്ങനെ കരടിയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പോകുമ്പോഴാട്ടോ നല്ല പുല്ല് മേഞ്ഞ് നിൽക്കുന്ന നല്ല ഒരു യമണ്ടൻ കാട്ടി. എന്താ സൈസ് നോക്കിയവൻ, മസിലൊക്കെ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നു. ഈ കാട്ടികളിൽ ഒറ്റയാനാട്ടോ. സാധാരണ നമ്മൾ കാട്ടുപോത്തുന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കാറ്. ഒറിജിനലായി കാട്ടി എന്നാണ് പറയുന്നത്. ഈ പച്ചപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതലായിട്ട് ലഭിക്കും കേട്ടോ. പ്രത്യേകിച്ച് പോത്ത്, ആന പോലെയുള്ള മൃഗങ്ങൾ, മാന, മ്ലാവൊക്കെ നല്ലപോലെ തീറ്റ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് ആനകളെയൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ തന്നെ ഇതേ നമ്മൾ കയറി ഉടനെ തന്നെ ഇതേ മൂന്നാമത്തെ നമ്മുടെ സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ആനയാണ്. ഇതിന് മുകൾ വശത്തായിട്ട് 2 എണ്ണം നിൽപ്പുണ്ട് കേട്ടോ. നമുക്കത് പകർത്തുവാൻ കഴിഞ്ഞില്ല. എന്നിട്ട് തൊട്ട് മുകളിലായിട്ട് തന്നെ 2 എണ്ണം കൂടി നിൽപ്പുണ്ട്. ഇതൊരു ചെരിവ് പോലെ ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ താഴെയാണ്. അപ്പോൾ നമ്മൾ ഈ പച്ചപ്പിൽ നമ്മളൊരു മൃഗത്തെ കണ്ടാൽ എത്ര ഭംഗിയാണെന്നുള്ളത് നമുക്ക് ഈ വിഷ്വൽസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. എന്നാലും പിടിയാനയും ഒരു ചെറിയ കുട്ടിയാനയൊക്കെ മുകളിൽ നിൽപ്പുണ്ട്. അങ്ങനെ എന്താണേലും സഫാരി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ നല്ല ഹാപ്പി മൂഡിലാണ്. അല്ലെങ്കിൽ നമ്മളൊന്നും കാണാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ശരിക്കും ഒരു ബോറടിച്ചിരിക്കും. നമുക്കൊരു ഭംഗി നമുക്ക് തന്നെ ഒരു സന്തോഷമില്ല. എന്നാൽ നമ്മളിന്ന് എതിരേറ്റത് കരടി ആയതുകൊണ്ട് ആ ഒരു സന്തോഷം തുടങ്ങിയുള്ള ഒരു സഫാരി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും മംഗള സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് കാടിന്. ഞാൻ പറഞ്ഞില്ലേ, ഈ കാട്ടുപോത്തുകളും ആനകളും ഒക്കെ ഏറ്റവും കൂടുതൽ ഒരു മേയുന്ന സമയമാണ് ഈ പുല്ലങ്ങ് കിളുത്ത് വരുന്ന സമയം. അവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സമയമായിട്ടത്. നമ്മൾ നല്ല ഡ്രൈ ആയിരുന്നിട്ട് മഴ പെയ്തിട്ട് പുല്ലുകളെല്ലാം കിളുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവയെല്ലാം ഇങ്ങനെ പുല്ല് തിന്നാനായിട്ട് എല്ലാം പുറത്തിറങ്ങി വരും. അപ്പോൾ നല്ല പോലെ നമുക്ക് കാഴ്ചകൾ ലഭിക്കും കേട്ടോ. കാട്ടുപോത്തുകളൊക്കെ ഇഷ്ടം പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. ഇതെല്ലാം വഴി അടഞ്ഞു നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവയെല്ലാം തിന്നുന്ന തിരക്കി തന്നെയാണ് ശരിക്കും. നമ്മുടെ ഇന്നത്തെ ഈവനിങ് സഫാരി തുടങ്ങിയപ്പോൾ തന്നെ കാഴ്ചകളിലൊരു പൊടിപൂരം തന്നെയായിരുന്നു. എവിടെയൊക്കെ പോയാലും പെരിയാറൊക്കെ പോയാലും നമുക്ക് ഒരുപാട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഈ കാട്ടുപോത്തുകളുടെ ഈ വലിയ കൂട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടും. കഴിഞ്ഞ തവണ ഈ ബന്ദിപ്പൂരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ കുറച്ച് കാട്ടുപോത്തുകളുടെ വിഷ്വൽസായിട്ടാണ് കിട്ടിയത്. അന്ന് നല്ല ഡ്രൈ ആയിരുന്നു കാട്. അന്ന് നമുക്ക് പുലിയുടെ വിഷ്വൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. പുലിയുടെ വിഷ്വൽസൊക്കെ കിട്ടിയ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ ചാനലുണ്ട് ബന്ദിപ്പൂരിലെ പുലിയുടെ വിഷ്വൽസൊക്കെ എടുത്തേക്കുന്നത് തൊട്ടടുത്ത് നിന്നു. അങ്ങനെ കാട്ടുപോത്തുകളെയൊക്കെ കണ്ട് അവയുടെ നടുക്കൂടെ തന്നെ നമ്മളങ്ങോട്ട് കടന്നു പോവാം. അപ്പോൾ കിട്ടുന്ന നമ്മുടെ ഒരു എനർജി ഉണ്ടല്ലോ, നല്ല എക്സ്ട്രീം, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കാടും കാട്ടുമൃഗങ്ങളും ഒക്കെ ആയിട്ടുള്ള കിടിലൻ എക്സ്പീരിയൻസ്. മയിലുകളെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുമ്പോൾ നമുക്ക് അവനൊന്നും എടുക്കാതെ എങ്ങനെ നമ്മൾ പോകണേ. അവനങ്ങനെ പീലി വിടർത്തി ഡാൻസ് കളിക്കുകയാണ്. ബന്ദിപ്പൂരിൽ ഇന്നത്തെ സഫാരിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് വെച്ചാൽ ടൈഗർ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കില്ലിങ് കിടക്കുന്നതനുസരിച്ച് ആ കില്ലിങ് കാണാൻ അവിടെയാണ് ടൈഗറെ എന്നും സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നേരെ പോയത്. ഈ സഫാരികളിലെല്ലാം ടൈഗറാണ് ഈ മെയിൻ പ്രിഫറൻസ് കേട്ടോ. അവയുടെ സാന്നിധ്യം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റിപ്പറ്റിയായിരിക്കും സഫാരികളെല്ലാം തന്നെ ഈ ഡ്രൈവർമാരും എല്ലായിടത്തും ചെയ്യുന്നത്. കാരണം ടൈഗറെ കാണുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം. അങ്ങനെ ചെന്നപ്പോഴാണ് നമ്മൾ ആ ടൈഗറിൻ്റെ കില്ലിങ് കിടന്ന ആ എന്നും ടൈഗറെ കാണുന്ന ആ ഏരിയയിൽ ചെന്നപ്പോൾ ഈ ആനകളിങ്ങനെ നിൽക്കുക കേട്ടോ. ആനകളിങ്ങനെ വഴിയിരുന്ന് മേയുന്നു. ശരിക്കും പറഞ്ഞാൽ 1-2 നമ്മൾ ഫ്രണ്ടിൽ അകത്ത് കാണുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഓടിക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് ശരിക്കും കേൾക്കാമായിരുന്നുണ്ടോ. ഞാനിവിടെ കണ്ട മറ്റൊരു പ്രത്യേകത, ഈ കാട്ടാനകളൊക്കെ നിൽക്കുമ്പോൾ അവർ തൊട്ടടുത്തുകൊണ്ട് ഇവരിങ്ങനെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നിറയ്ക്കും. ഇവർക്ക് ഇതൊരു പ്രശ്നമല്ല. ശരിക്കും അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി തന്നെ നിർത്തി വണ്ടി ഓഫ് ചെയ്താണ് അവർ നിൽക്കുന്നത്. ഒരു ആനയെ നമ്മൾ ഡ്രൈ സീസണിൽ കിട്ടുന്നതും നല്ല പച്ചപ്പ് കിട്ടുമ്പോൾ നമ്മളുള്ള വ്യത്യാസം നോക്കിയേ. ഡ്രൈ സീസണിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ആനയ്ക്കൊന്നും ഒരു ചന്തമില്ലാന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഈ പച്ചപ്പിൽ കിട്ടിക്കഴിയുമ്പോഴുള്ള അവൻ്റെ ഒരു ഗ്ലാമർ പറയാതിരിക്കാൻ വയ്യ കേട്ടോ.
കിടിലൻ എക്സ്പീരിയൻസ് അത്. നല്ല ഭംഗിയാണ് കാണുവാനായിട്ട്. അത് എന്ത് മൃഗമായിക്കോട്ടെ, മാനായിക്കോട്ടെ, മ്ലാവായിക്കോട്ടെ, ആനയായിക്കോട്ടെ, ഇത് എന്തൊക്കെയാണേലും നല്ല പച്ചപ്പ് കിട്ടിയാൽ നല്ല രസമാണ്. ഈ വിഷ്വലിൽ നോക്കി നമ്മുടെ സഫാരി ജീപ്പിന് തൊട്ട് മുന്നിലൂടെ അവൻ ക്രോസ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഏത് പിടിയാനയാണത്. അവൻ അവിടെ ഇങ്ങനെ വട്ടം കയറി നിൽക്കുകയാണ്. ഇവർക്കതൊന്നും ഒരു ബാധകമല്ല. അവർ അതിൻ്റെ മുന്നിൽ അവിടെ നിർത്തി സാധാരണ ഇങ്ങനെ എന്താ പറയണേ, എന്തോ ഇച്ചിരി മാനൊക്കെ നിൽക്കുന്ന പോലെ ആ ഒരു പ്രതീതിയിൽ അവർ നിൽക്കുന്നത്. സഫാരി ജീപ്പുകൾ പുറകിലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം തന്നെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് വണ്ടി വന്ന ഈ ആനയെ കണ്ട വണ്ടി ഓഫ് ചെയ്യരുതെന്നൊക്കെയാണ്. പക്ഷേ ഇവന്മാരിത് കൊണ്ടുപോയി ഇതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഈ വണ്ടി നിർത്തി ഓഫ് ചെയ്ത് അവിടെ ഇരിക്കും. അവരുടെ എക്സ്പീരിയൻസ് ഒരു കാരണമാട്ടോ. എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ. വർഷം എത്ര ഇതിൻ്റെ അത് കടലിലൂടെ തന്നെ ഇവർ പോകുന്നു. ഒരു ആന വന്നാൽ എങ്ങനെ അതിനെ തിരിച്ചയക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് സ്റ്റഡിഡ്. അതുമല്ല അവർക്ക് പേടിയൊന്നുമില്ല. കാട്ടാനകളിങ്ങനെ നിരന്ന് നിൽക്കുന്നതുണ്ടോ നമ്മുടെ സഫാരി ജീപ്പിന് തൊട്ടടുത്തു കൂടെ. അടിപൊളി. ഫ്രണ്ടിലെ സഫാരി ജീപ്പും കിടക്കുന്നുണ്ടോ. അവരെല്ലാം അതിൻ്റെ അടുത്തേക്ക്. ശരിക്കും ഈ കൂട്ടത്തിൽ ഇവനൊരു ചെറിയ പ്രശ്നക്കാരനായിട്ട്. അവൻ നമ്മളെ കണ്ടപ്പോൾ തൊട്ടൊരു എന്നാ പറയുക ഇറിറ്റേഷനില്ല അവൻ അതിൻ്റെ എല്ലാ ഇറിറ്റേഷനും അവൻ കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഇരിക്കുന്ന ഉമ്മാർക്കില്ലാത്ത പ്രശ്നമാണ് അവൻ അവിടെ കിടന്ന് കാണിക്കുന്നത്. കൂട്ടത്തിൽ ചിലപ്പോൾ അവനായിരിക്കും ഇതിൻ്റെ എന്താ പറയുക തലവനല്ല, ഈ നമ്മളെ ആൾക്കാരെ ശ്രദ്ധിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിയോഗിച്ചിരിക്കുന്ന അവനെ ആയിരിക്കും. ആ രീതിയിലുള്ള ഒരു പ്രകടനമാണ് അവൻ കാഴ്ചവെക്കുന്നത്. അവനെ ഞങ്ങളുടെ കണ്ടപ്പോൾ തൊട്ട് അവൻ്റെ ചെവിയൊന്നും ആട്ടാതെ അവൻ ക്രൂരമായി തന്നെ ഒരു അത്ര ശരിയായ മൂഡിലല്ല അവൻ്റെ നിൽപ്പ്. നമ്മളവനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ശരിക്കും നമ്മളിങ്ങോട്ട് വന്നത് ടൈഗറെ കാണാൻ വേണ്ടിയാട്ടോ. ടൈഗർ എന്നും ഇവിടെ ഒരു കുഴിയുണ്ട്, അവിടെ ഈ കില്ലിയും കഴിഞ്ഞ് വെള്ളം കുടിക്കാനൊക്കെ വരുമായിരുന്നു. അത് കാണുവാനായിട്ടാണ് നമ്മൾ വന്നത്. ഉണ്ടോ ഒരുത്തൻ നമ്മുടെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കയറി. അവന് ഗർഭിണിയാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. നല്ലപോലെ വയറെല്ലാം വീർത്തിരിപ്പുണ്ട്. ഞങ്ങളുടെ മുന്നിലെ സഫാരി ജീപ്പാട്ടോ അതാ. അവരുടെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. അവൻ റോഡ് വിലങ്ങി നിൽക്കുക. ഇടതുവശത്ത് ആന, ഫ്രണ്ടിൽ ആന, ബാക്കി വശത്ത് ആന. നടന്നു വരുന്നതൊന്നും ഡ്രൈവർമാർ മൈൻഡ് ചെയ്യാറ് പോലുമില്ല. നമ്മുടെ പ്രശ്നക്കാരനായ ആന കേട്ടോ എൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഒരു വശത്ത് ശരിക്കും ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഒരു വശത്ത് നല്ലപോലെ കാടാട്ടോ. ആ കാട്ടിലൂടെ ഒരുത്തം കയറി വരുന്നതുണ്ടോ. ആദ്യം ക്രോസ് ചെയ്ത് ഒരുത്തം പോയില്ലേ, അവനാ കയറി വരുന്നത്. അവൻ ഞങ്ങളുടെ ഇടതുവശത്തോടെ കയറി കാട്ടിലൂടെ നടന്നു വരുന്ന ശബ്ദം കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാൻ നോക്കിയപ്പോൾ അവൻ തൊട്ടരികിൽ കൂടെ കടന്നു പോകുന്നത്. കാരണം അവിടെ ശരിക്കും കാട്, കുറ്റിക്കാട് അടിഞ്ഞു കിടക്കുന്ന കാടാണ് ഒരു വശം ഫയർ ബെൽറ്റ് അടിച്ച് നല്ലപോലെ ക്ലീൻ ആയിട്ടിരിക്കുന്ന സ്ഥലവും. ആനകൾ ഓരോന്നായി നമ്മുടെ ബാക്കിൽ കൂടെ ക്രോസ് ചെയ്ത് അങ്ങേ വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാ സൈസ് ആനകളും ഉണ്ട് കേട്ടോ. ശരിക്കും മീഡിയം ഉണ്ട്, വലിയ സൈസുണ്ട്. കൊമ്പന്മാരൊന്നുമില്ല. പക്ഷെ കൊമ്പന്മാരെ കെട്ടിയാൽ വീട്ടിലായതിനെ ഒരു കൊമ്പനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് പോട്ടോ. ഇവനാണ് ഞാനാ പറഞ്ഞ പ്രശ്നക്കാരൻ. അവൻ്റെ വരവ് കണ്ടോ, കാലൊക്കെ പൊക്കി പിടിച്ച് നിൽക്കുന്ന. അവൻ സഫാരി ജീപ്പിന് തൊട്ട് സൈഡിൽ കൂടിയാണ് വരുന്നത് കേട്ടോ. തൊട്ട് സൈഡിൽ കൂടെ ചേർന്ന് തന്നെ വരുന്നത്. ശരിക്കും ഇവരുടെ ഈ ഡ്രൈവർമാരെ നമ്മൾ സമ്മതിക്കണം കേട്ടോ. അത്രയേറെ കിടിലൻ ഒരു ധൈര്യവും എക്സ്പീരിയൻസും ഉണ്ട് അവന്മാർക്ക്. 8-10 കാട്ടാനകൾ നിൽക്കുന്നുണ്ട് അവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകുതി എണ്ണത്തിന് നമുക്ക് നിലവിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. എല്ലാം കാടിനുള്ളിൽ നിന്ന് ചപ്പൊടിക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് ശരിക്കും കേൾക്കാം. ഒരു കുഞ്ഞനൊരുത്തൻ അവൻ നമ്മുടെ മുന്നിലാട്ടോ. പിന്നിലും മുന്നിലും 2 സൈഡിലും ഇപ്പോൾ കാട്ടാനകളായി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഫാരി ജീപ്പ് ഇപ്പോൾ വളഞ്ഞു എന്ന് പറയാം. മുന്നിലുണ്ട്, ബാക്കിലുണ്ട്, സൈഡിലും ഇടതുവശത്തും വലതുവശത്തും എല്ലാം കാട്ടാനകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞു.
ഇതിലിരിക്കുന്ന പല ഈ ഫാമിലിയായിട്ട് വരുന്ന ചേച്ചിമാരൊക്കെ ശരിക്കും പേടിക്കുന്നുണ്ട് കേട്ടോ. ഇവന്മാരിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്ത് സൈഡിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായ പേടിയാണ്. കാരണം നമുക്കൊരു ട്രെഞ്ചോ കാര്യങ്ങളോ ഒന്നും ഈ സൈഡിലില്ല. ഇത് ഒരു ഓപ്പണായിട്ടൊരു ഏരിയയാണ്. റോഡിങ്ങനെ നടുവിൽ പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇവൻ ഓടി വന്നാൽ എന്ത് ചെയ്യും? ഒരു പേടി എല്ലാവർക്കും തന്നെയൊക്കെ കാണും. ഇവരെല്ലാം വണ്ടി ഓഫ് ചെയ്ത് നല്ല സെറ്റായിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കൃത്യമായ വിഷ്വൽസ് പകർത്താൻ സാധിക്കും കേട്ടോ. ഇവനാണ് ഞാൻ പറഞ്ഞ പ്രശ്നക്കാരൻ. അവൻ മാത്രമാണ് ഈ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊന്നും അത്ര വലിയ ഒരു മൈൻഡ് പോലും ചെയ്തില്ല ഞങ്ങളെ. ഇവനിങ്ങനെ നമ്മുടെ ചേർന്ന് വന്നങ്ങനെ നിൽക്കുക. അതാണേലും നല്ല കൃത്യമായി വിഷ്വൽ എടുക്കാൻ സാധിച്ചു. ഈ ആനകൾ എന്തിനാണ് മനുഷ്യനെ കാണുമ്പോൾ ഇങ്ങനെ ഈ കാലും കൈ മടക്കി വീശി ഒരു കാലം നിലത്ത് കുത്താതെ കാണിക്കുന്നതെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ട് ഈ കാണുന്ന കുളത്തിലാട്ടോ ടൈഗർ എന്നും ഈ കില്ലിങ് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ വരുന്ന കിടക്കുന്നത്. അത് കാണാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് ഇവിടെ ഇവന്മാർ തമ്പടിച്ച് നിൽക്കുകയാണ് ഫുള്ളായിട്ട്. ടൈഗർ ഇതുവരെ കാണുവാൻ സാധിച്ചില്ലെങ്കിലും ഇങ്ങനെയൊരു കിഡിലൻ എക്സ്പീരിയൻസും ഒരു വിഷ്വലും നമുക്ക് കിട്ടിയിട്ടോ. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു നല്ല സമയം തന്നെ അവിടെ ചിലവഴിച്ചു. കാരണം വൈകുന്നേരമായതുകൊണ്ട് ഇവൻ വരുന്ന ടൈഗറാണല്ലോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അവനെ എങ്ങനെയെങ്കിലും എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ. അതുകൊണ്ട് തന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ് എങ്ങും പോകാതെ. മറ്റൊരുത്തനും കൂടി സഫാരി ജീപ്പിനടുത്തേക്ക് കയറി വരുന്നുണ്ട്. ഇത് കുറ്റിക്കാട്ടേക്കടിയാണ്. ഇവനിങ്ങനെ നടന്നു വരുന്ന ആ ഒരു സൗണ്ട് കേട്ടുമ്പോൾ നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അവർ വണ്ടി മാറ്റുന്നില്ല. ഇത് ചേർന്ന് തന്നെ വരുന്നത്. പെട്ടെന്നായിരുന്നു കേട്ടോ. ഞാനാ പറഞ്ഞ അഗ്രസീവായിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അല്ലറി വിളിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നത്. എൻ്റെ ഫ്രണ്ടിലിരുന്ന് ഒരു ഫാമിലിയിലായിരുന്നു ചേച്ചിയായിരുന്നു, ഹിന്ദിക്കാരായിരുന്നു. അവർ നില വിളിച്ചുകൊണ്ട് ആന വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അല വിളിച്ചു വണ്ടി എടുക്കുന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഒരു മോക്ക് ടെസ്റ്റിംഗ് ആട്ടെ ഇതൊക്കെ. ആനകളുടെ ഒരു മോക്ക് ടെസ്റ്റിംഗ് എന്ന് തന്നെ പറയാത്. നമ്മളെ ഒന്ന് പേടിപ്പിച്ച് നോക്കിയതാണ് വിടാൻ. ഇവന്മാർ നമ്മുടെ ചേട്ടന്മാരെല്ലാം ഇതെന്നും കാണുന്നതല്ലേ. ഇവർക്കതൊരു പ്രശ്നമാണ്. അവനവിടെ ഒരു 10-30 മീറ്റർ അവിടെ വന്ന് നിന്നിട്ട് അവൻ വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോയി. അതൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അവൻ ആ ഓടി വന്ന വിഷ്വൽ നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. കാരണം ഇങ്ങനെ സൈഡിൽ കൂടെ വന്ന ആനയെ പകർത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഒച്ച അലറി വിളിച്ച് വന്നത്. ആ ഒരു വിഷ്വൽ എൻ്റെ മുമ്പിലൊന്നും ഞാൻ പറഞ്ഞില്ല. കരഞ്ഞു എന്ന് പറഞ്ഞാൽ ചേച്ചി അവർക്കൊക്കെ മാത്രമേ കിട്ടിയത്. അവരതിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ട് ഓടി വന്നത്. ഇവൻ്റെ അലർച്ചയൊക്കെ കേട്ട് ഇവൻ കാടിനുള്ളിൽ നിന്ന് കയറി വന്നപ്പോഴാണ് വരുന്നു ഒരു പട. കാട്ടാനകളുടെ പടയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഈ ആനകളെല്ലാം എവിടെ നിന്നെന്ന് നമ്മൾ ഓർത്തു പോകും കേട്ടോ. അത്രയേറെ ആനകൾ അതിൻ്റെ അകത്ത് പൊങ്ങി വന്നത്. ചെറിയൊരു കുറുമ്പനും ഉണ്ട് അതിൻ്റെ അകത്ത്. ഒച്ച വെച്ച് ഇവന് ഓടി നമ്മുടെ അവിടെ നിന്ന് ഓടിയ കാടിനുള്ളിലേക്കായിരുന്നു. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കയറി വന്നത് ഇതുപോലെയുള്ള കൂട്ടങ്ങളാണ്. ഇപ്പോൾ ഇടതുവശത്ത് ഒരു 3-4 ആനകളുണ്ട്, വലതുവശത്തും ഉണ്ട് ഇതുപോലെ 3-4 എണ്ണം. ബാക്കിക്കിടെ കയറിയതൊക്കെ ഇതിൽ പോയിന്ന് അറിയില്ല കേട്ടോ. ബാക്കിയുള്ളത് അവിടെയുണ്ട്. ശരിക്കും ഒരു 10-15 മിനിറ്റോളമായി നമ്മളിവിടെ, 15 അതിൽ മേളിലായിട്ടോ ഈ ആനകളുടെ അടുത്ത് നിൽക്കുന്നു. കടുവയെ കാത്തു നിൽക്കുമ്പോൾ നേരം പോക്കിനായി കിട്ടിയ കീടിലും കാഴ്ചയായിരുന്നു ഇത്. ശരിക്കും ഈ കടുവയുടെ സാന്നിധ്യമുള്ളപ്പോൾ ഇവിടെ എങ്ങനെ തമ്പടിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം കടുവ ഇവിടെയുണ്ട്. കില്ലിങ്ങിൽ സ്മെല്ലൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്, നല്ലപോലെ കിട്ടുന്നുണ്ട്. രാവിലെയും വൈകുന്നേരം എന്നും കടുവയുടെ സാന്നിധ്യവുമുണ്ട്. നമ്മുടെ ഭാഗ്യമാണോ ഭാഗ്യക്കേടാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു സീൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കടുവ എന്താണെങ്കിലും ഇതുവരെ നമ്മൾ കാണാൻ കിട്ടിയിട്ടില്ല കേട്ടോ. ഈ കടുവയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ സാധാരണ മൃഗങ്ങളിങ്ങനെ നിൽക്കാറില്ല. എന്തുകൊണ്ടാണ് ഈ കുട്ടിയടക്കമുള്ള ആന ഇവിടെ തമ്പടിച്ചതെന്ന് മനസ്സിലാവുന്നുമില്ല. അത് അവൻ്റെ പ്രസൻസ് അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ കാണാഞ്ഞിട്ടാണോ എന്തോ. ശരിക്കും എന്നും ഇന്ന് രാവിലെ കടുവയെ കണ്ട സ്പോട്ടായി കാണുന്നത്. 3/4 മണിക്കൂറോളം കടുവയെ കണ്ട സ്പോട്ടാണ്. അവിടെ കില്ലിങ് ഉള്ളതുകൊണ്ട് അവൻ എന്നും ഇവിടെ തന്നെയാണ്.
രാവിലെയും വൈകുന്നേരം എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു അവർക്ക്. എല്ലാ സഫാരിയിലും കടുവയുടെ സാന്നിധ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ബന്ദിപ്പൂർ ഇപ്പോൾ നല്ല രസമാട്ടോ. ബെസ്റ്റ്. എല്ലാം കൂടെ റോഡിന് നടുക്കേക്ക് കയറി. എല്ലാം നമ്മുടെ സഫാരി ജീപ്പ് ബ്ലോക്ക് ചെയ്ത് റോഡിൽ കയറി. ബന്ദിപ്പൂരൊക്കെ നമ്മൾ ആനകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബ്ലോക്ക് ചെയ്ത് കൂട്ടം നിൽക്കുന്നത് ആദ്യമായിട്ടാട്ടോ. പലയിടത്ത് സഫാരി പോയെങ്കിലും നമുക്ക് ഇങ്ങനൊരു വിഷ്വൽ കിട്ടിയിട്ടില്ലായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കണ്ട റോഡിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഒരു വശം കാടും ഒരു വശത്തും ഫയർ ബെൽറ്റ് അടിച്ചിട്ടിരിക്കുന്ന നല്ല പുല്ല് പോലെ ഇരിക്കുന്ന സ്ഥലവും. ഇടതുവശത്ത് ഒരു കൂട്ടം ആനകൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. കൊമ്മാരെല്ലാം നമ്മളെ ബ്ലോക്ക് ചെയ്തേ. എന്നാലും നല്ല കൃത്യമായ വിഷ്വൽ എല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് വിഷ്വൽ കിട്ടിയിട്ടോ. കടുവയെ കിട്ടിയില്ലെങ്കിൽ എന്താ, ആനകളുടെ ഒരു വെടിച്ചില് വിഷ്വൽസ്, നല്ല സൂപ്പർ വിഷ്വൽസ്, ആനകളുടെ സൂപ്പർ വിഷ്വൽസ് നമുക്ക് കിട്ടിയില്ലേ, അത് തന്നെ ധാരാളം. കടലിലേക്കുള്ള യാത്രകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലല്ലോ നമുക്ക് ലഭിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ JLR എന്നുള്ള രണ്ടാമത്തെ ദിവസത്തെ മോർണിംഗ് സഫാരി ആരംഭിക്കുക കേട്ടോ. 6 മണിയായി. നമ്മുടെ കോട്ടകളിലുള്ള എവിടെയാണ് 6 മണിക്ക് ആരംഭിച്ച് ഇവിടെ നിന്ന് 6 മണി 5:45 എഴുന്നേറ്റ് ഇവിടെ വരാനാണ് പറയുന്നത്. ചായ ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് സഫാരി സെൻറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സഫാരി നമുക്ക് കിടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ യാത്രയാവുന്നു. അങ്ങനെ സഫാരിയുടെ രണ്ടാം ദിവസം രാവിലത്തെ സഫാരി കയറി കേട്ടോ. കാടിൻ്റെ ഭംഗി നോക്കിക്കേ. ആ രാവിലെ ആ ചെറിയ മഞ്ഞും ഒക്കെ മൂടി നിൽക്കുന്ന ആ ചെറിയ പുല്ലുകണങ്ങളിലെല്ലാം മഞ്ഞെല്ലാം ഇങ്ങനെ വീണ് കിടക്കുന്ന അതിലുള്ള കാടിൻ്റെ ഭംഗി നോക്കിക്കേ. നമ്മൾ നേരെ പോകുന്ന മറ്റെങ്ങേക്കുമല്ലോ കേട്ടോ, കടുവയുടെ അടുത്തേക്ക് തന്നെയാണ്. വൈകുന്നേരം കടുവയെ കിട്ടാത്തതിൻ്റെ ആ വിഷമത്തിൽ നേരെ അതിരാവിലെ കടുവയെ കാണാനുള്ള സന്തോഷത്തിൽ തന്നെയാണ് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അതിരാവിലത്തെ സഫാരിയിലെ കടുവയെ കണ്ടിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതെല്ലാവരും അങ്ങോട്ട് പോകുന്നത്. എല്ലാ സഫാരി ജീപ്പുകളും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഞങ്ങളുടെ ഭാഗ്യക്കേടെന്ന് പറയട്ടെ, ഞങ്ങളാണ് ആദ്യം കാടിനുള്ളിൽ പ്രവേശിച്ചെങ്കിലും ഞങ്ങൾ ചെന്ന വഴിയിൽ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കയറി വന്ന മറ്റൊരു സഫാരി ജീപ്പിനെ ക്രോസ് ചെയ്ത് അവൻ കടന്നു പോയിട്ടോ, കാടിനുള്ളിലേക്ക് കടന്നുപോയി. ഞങ്ങളുടെ സഫാരിയുടെ ഇന്നത്തെ പൂർണ്ണമായും രാവിലത്തെ സഫാരി മുഴുവൻ ഈ കടുവയെ സെർച്ച് ചെയ്ത് ആ കയറിയ ആ പുല്ലിൻ്റെ കാടിന് ചുറ്റുപറ്റിയുള്ള റോഡിൽ കൂടെ റൗണ്ട് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു 2-2.5 മണിക്കൂറോളം അവയെ തന്നെ സെർച്ച് ചെയ്തതാണ്. അതുകൊണ്ട് രാവിലത്തെ സഫാരി കടുവ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വേറെ പ്രത്യേകിച്ച് സൈറ്റിംഗ് ഒന്നും നമ്മളെ സംബന്ധിച്ച് കിട്ടിയതുമില്ല. ഈ 2-2.5 മണിക്കൂറാണ് കടുവയെ തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവനായിട്ട് അങ്ങോട്ടും വന്നതുമില്ല. അങ്ങനെ ബന്ദിപ്പൂരിലെ ഈ സഫാരിയിൽ ശരിക്കും 2 സഫാരി എടുത്തിട്ടും കടുവയെ കാണാതെ പോകും ഞങ്ങൾ മാത്രമായിരിക്കും JLR എന്നുള്ളത്. ഇന്ന് രാവിലെയും ഇന്നലെ വൈകുന്നേരവും ഒക്കെ എല്ലാ ദിവസവും കണ്ടിരുന്നതാണ്. നമ്മുടെ ഭാഗ്യക്കേട് എൻ്റെ ജാതകം ഒത്തില്ല എന്ന് തോന്നുന്നു കടുവയുടെ അത്ര. അല്ലേ അവൻ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടാതെ കടന്നുപോയല്ലോ. ആകെ കിട്ടിയതേ പിന്നെ ലാസ്റ്റ് ഇതെല്ലാം ഉപേക്ഷിച്ച് കടുവയുടെ പ്രസൻസ് ഉപേക്ഷിച്ച് പോയപ്പോൾ കിട്ടിയ 2-3 മ്ലാവുകളാണ്. കാട്ടിലേക്കുള്ള യാത്രയിൽ എന്തും നമുക്ക് ഒരുപോലെ കേട്ടോ. അപ്പോൾ പിന്നെ മാനെങ്കിൽ മാന്, മ്ലാവെങ്കിൽ മ്ലാവ്. പക്ഷെ കടുവയെ കാണുക എന്നുള്ള ആ ഒരു ശരിയായ ആഗ്രഹം വെച്ച് തന്നെയാണ് ഇത്ര JLR ബുക്ക് ചെയ്തത്. കടുവകളുടെ സാന്നിധ്യം ശരിക്കും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നില്ല. അവനെ നമുക്ക് മറ്റൊരു യാത്രയിൽ പിടിക്കണം. അങ്ങനെ സഫാരിയുടെ അവസാന സമയങ്ങളിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആശ്വാസമായിട്ടാണേലും 2 കാട്ടാനകൾ കൂടി കിട്ടിയിട്ടോ. ഈ വീട് അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ തന്നെ വണ്ടി നിർത്തി അവിടെ വിഷ്വൽസ് ഏതാണ്ട് സഫാരി തീരാനുള്ള സമയമായിട്ടോ ശരിക്കും. അങ്ങനെ ഏക ആശ്വാസം എന്ന് കിട്ടിയത് ഈ 4 ആനകളെ കേട്ടോ. JLRൻ്റെ ഈ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ വൈസ്രോയ് പാക്കേജ്, മഹാരാജ പാക്കേജ് 2 പാക്കേജുകളായിട്ട് ഇവിടെ ഉള്ളത്. JLR ബന്ദിപ്പൂർന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒരു സൈറ്റ് നമുക്ക് കിട്ടും. 7000 രൂപയാണ് വൈസ്രോയ് പാക്കേജ്. ഞങ്ങളെടുത്ത മഹാരാജ പാക്കേജിന് 2 പേർ കൂടി 16,800 രൂപയോളം ആയിട്ട് ടാക്സ് ഉൾപ്പെടെ ആയത്. ഇന്നത്തെ 2 സഫാരി, ഭക്ഷണം എല്ലാം ഉൾപ്പെടെ, സഫാരികളെല്ലാം ഉൾപ്പെടെയുള്ള പാക്കേജായിട്ട്. ബന്ദിപ്പൂരിൽ സഫാരി എടുക്കാനാണ്, കാടിനെ അറിയാനാണ് JLR തന്നെയായിരിക്കും മെച്ചം. ശരിക്കും JLRലെ ഈ പ്രോഗ്രാം വളരെ വെർത്താണ്. ഫുഡ് വളരെ അൺലിമിറ്റഡായിട്ട് നല്ലപോലെ കഴിക്കാം, ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റും, നല്ല ഫുഡാണ്. അതുപോലെ 2 മണിക്കൂർ 2 ദിവസത്തെ 3 മണിക്കൂർ വെച്ച് 6 മണിക്കൂർ സഫാരി നമുക്ക് ലഭിക്കും. അത് കിടിലൻ തന്നെയാണ്.
അങ്ങനെ ബന്ദിപ്പൂരിലെ JLR എന്നുള്ള നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുക കേട്ടോ. 2 സഫാരി ചെയ്തിട്ടും ടൈഗറെ നമുക്ക് കാണാൻ സാധിച്ചില്ല. എങ്കിലും സഫാരികൾ മോശമായിരുന്നില്ല. കടലേക്കുള്ള യാത്രകളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമുക്ക് ലഭിക്കുന്നത്. കാട് നമുക്ക് ഓരോന്നും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അത് കണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. അല്ലാതെ ഇന്നതിനെ കണ്ടിട്ട് പോകൂ എന്ന് നമ്മൾ സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. അടുത്ത വരവിനെങ്കിലും ടൈഗറെ ബന്ദിപ്പൂരിൽ നിന്ന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഒരു മിന്നായം പോലെ കടുവയെ കാണിച്ചു തന്നിട്ട് ബന്ദിപ്പൂർ കാടിൽ നിന്ന് ഞങ്ങൾക്ക് പോരേണ്ടി വന്നു. പക്ഷേ ആവോളം പുലിയെ ഞങ്ങൾക്ക് അന്ന് കിട്ടിയിരുന്നു കേട്ടോ. പക്ഷേ ഇന്നത്തെ തവണയും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കടുവയുടെ പ്രസൻസ് ചുറ്റും ഉണ്ടായിരുന്നെങ്കിലും കാണുവാൻ സാധിച്ചില്ല. മറ്റു സങ്കടം എന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റെല്ലാ സഫാരിയും തലേദിവസം ഞങ്ങൾ വരുന്നുള്ള എല്ലാ സഫാരികളിലും കിട്ടി. ഞങ്ങളുടെ 2 സഫാരികളും മാത്രമാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ മോർണിംഗ് സഫാരിയിൽ ഒരു വണ്ടിക്കാരെ ക്രോസ് ചെയ്ത് പോയി. അവർ ചെറിയ സെക്കൻഡ് സമയത്തേക്ക് 1-2 അതിലിപ്പം 10-15 സെക്കൻഡ് നേരത്തേക്കെങ്കിലും അവർ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ കാട്ടിലേക്കുള്ള യാത്രകളിൽ ബന്ദിപ്പൂർ മറ്റൊരു എക്സ്പീരിയൻസ് കൂടിയായി. കാട്ടിലേക്കുള്ള യാത്രകൾ ഇനിയും തുടർന്നാണ്. ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടെ ബെല്ലൈക്കൺ അമർത്തിയാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു കിടിലൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.